Now, if you look into environmental audit, see, environmental audit എന്ന് പറയുമ്പോൾ എന്താണ് അവർ മീൻ ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്ഥാപനം they are making revenue on one side, but at the same time on the other side they are actually polluting the society, right? അപ്പം എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൽ ഇവർ ആക്ച്വലി എന്താ മീൻ ചെയ്യുന്നത്, they are examining the account of revenue and cost of environmental and natural resources. Okay, their estimate, depreciation and values recorded in the books of accounts. അതായത് എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൽ ഒരു സ്ഥാപനം അവർ എത്രമാത്രം എൻവയോൺമെൻറ്റിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ കാരണം എൻവയോൺമെൻറ്റിന് കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ റവന്യൂസ് അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്യുന്ന റവന്യൂസ് എത്രമാത്രം അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഒരു അനാലിസിസ് അവർ നടത്തുക. അതായത് വാട്ട് എവർ റവന്യൂസ് ദേ ജനറേറ്റ് ഫ്രം ദ നാച്ചുറൽ റിസോഴ്സസ്, മറ്റ് സാധനങ്ങൾ അതൊക്കെ അവർ മറ്റ് പല രീതിയിൽ എന്ത് ചെയ്യണം, അവർക്ക് കോസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അവർ ഇൻകർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമലി നമ്മൾ ഇവിടെ മീൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരു എൻവയോൺമെൻറ്റ് ചെയ്യുന്ന ഒരു ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് പൊല്യൂഷൻ എന്ന് പറഞ്ഞില്ലേ. അത് വാട്ടറോ അല്ലെങ്കിൽ എയർ പൊല്യൂഷനോ വാട്ടെവർ പൊല്യൂഷൻ, ആ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഓൺ ദ അതർ സൈഡ് യു ആർ ആക്ച്വലി പൊല്യൂട്ടിങ് ദ എൻവയോൺമെൻറ്റ് അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അനാലിസിസ്, ആ ഒരു സ്റ്റഡി, പ്രൊഡക്ടിവിറ്റി ആൻഡ് പൊല്യൂഷൻ കമ്പൈൻ ടുഗദർ, അങ്ങനെ ഒരുമിച്ച് പഠനം നടത്തുന്ന ഒരു രീതിയാണ് എന്ത് ആക്ച്വലി എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ടൂൾ ടു റിലേറ്റ് പ്രൊഡക്ടിവിറ്റി ഓഫ് എ കമ്പനി വിത്ത് പൊല്യൂഷൻ. ഓക്കെ, അപ്പം ഒരു കമ്പനി പല രീതിയിൽ അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും അവർക്കും അവരെന്ത് ചെയ്യുന്നു, സൊസൈറ്റിക്ക് പല കോസ്റ്റുകൾ അവർ കൊടുക്കുന്നുണ്ടല്ലേ. സോ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ത് ചെയ്യണം, ആക്ച്വലി അവിടെ നടത്തണം. ഓക്കെ, അപ്പോൾ ആ ഒരു അനാലിസിസ് ആണ് ആക്ച്വലി എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൽ ആക്ച്വലി ചെയ്യുന്നത്. ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഓഫ് ഫോറസ്റ്റ് അണ്ടർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 recognize the need and importance of environmental audit. ഓക്കെ, അപ്പം ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഓഫ് ഫോറസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അത് വേണമെന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അണ്ടർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചില സ്ഥാപനങ്ങൾ അവരുടെ രജിസ്ട്രേഷന് വേണ്ടി പോകുന്ന സമയത്ത്, അവർക്ക് അവരുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന സമയത്ത് എവറി പേഴ്സൺ ക്യാരിയിങ് ഓൺ ഓപ്പറേഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി റിക്വയറിങ് കൺസെൻറ്റ്, അവരെന്ത് ചെയ്യണം, കൺസെൻറ്റ് വാങ്ങണം അണ്ടർ വാട്ടർ സെക്ഷൻ 25 ഓഫ് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ടിൻ്റെ അണ്ടറിൽ കൺസെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. വാട്ടർ പൊല്യൂട്ടിങ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങൾ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 പ്രകാരം എന്ത് ചെയ്യണം, അവർ അപ്രൂവലും കാര്യങ്ങളിലും പോകണം. അതുപോലെ തന്നെ ഇത് 2 രജിസ്ട്രേഷന് വേണ്ട സ്ഥാപനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഹസാർഡസ് വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്ന കമ്പനികളുണ്ടാവും അല്ലെങ്കിൽ ഇൻഡസ്ട്രികളുണ്ടാവും. അപ്പോൾ ആ ഇൻഡസ്ട്രി ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ അണ്ടർ ഹസാർഡസ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇങ്ങനെയൊക്കെയുള്ള ഈ ആക്ട് പ്രകാരം ഇവർക്ക് കൺസെൻറ്റ് ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കൺസെൻറ്റ് കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം, they need to submit environmental audit report. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഓഡിറ്റ് റിപ്പോർട്ട്, എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ് ചില രജിസ്ട്രേഷനുകളും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് ആക്ച്വലി നടക്കുന്നുണ്ട്. എന്തിനാണ് നടത്തുന്നത്, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിങ് എൻവയോൺമെൻറ്റൽ ഡാമേജസ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ആ ഡാമേജസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൽ നമ്മൾ നോക്കുന്നത്. Okay.